സോളാർ ചെയ്തു. അത് 1 കിലോ വാട്ട് ഓഫ് ഗ്രിഡ്. പുള്ളിയൊക്കെ അതിൽ പ്രതിയാണ്. ഞാൻ ഇല്ല, നമ്മളില്ലേ. ഈ ഇൻവെർട്ടറിന് ഒരു ഒറ്റ പ്രത്യേകത, ഈ പ്രൊഡക്റ്റിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് റീസർവീസ് എന്ന് പറഞ്ഞൊരു പരിപാടി അവരെടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി. ഇപ്പോൾ 1 യൂണിറ്റ് കൂടിയാലും 99 യൂണിറ്റ് കൂടിയാലും ഒരേ റേറ്റാണ്. ഷീറ്റ് ചെയ്ത വീടുകളുണ്ടാവും, സ്ലോപ്ഡ് റൂഫ് ചെയ്ത വീടുകളുണ്ടാവും. ഇതിനകത്ത് ഇത് എത്രത്തോളം പോസിബിളാണ്? നമുക്ക് സോളാർ ചെയ്യുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവരണം, നമുക്ക് ഒരു ഫാമിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കഴിഞ്ഞ മാസം എത്ര വീഡിയോ എടുത്തു? ഞങ്ങളുടെ ഏറ്റവും ലോഗസ്റ്റ് വീഡിയോ ഞങ്ങൾ എടുത്തില്ലേ? അതല്ലേ. അപ്പം എന്നെ ഇരുത്താതെ അപമാനിച്ച് പോയിട്ടുണ്ട്. മറ്റേ ഇതിനകത്ത് പറഞ്ഞ പോലെ അങ്ങനെയല്ല, നമ്മൾ ഒരു കുടുംബം പോലെയാണ്. അല്ല, കുറ്റമല്ലല്ലോ. നമ്മളൊരു ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ ചെയ്യുന്ന സമയത്തില്ല അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് പ്രേക്ഷകരടുത്ത് പറഞ്ഞിട്ട് പോകണമായിരുന്നു. ഞാൻ നെക്സ്റ്റ് സത്യത്തിൽ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട്. പോട്ടെ, ഇന്നത്തെ വിഷയം എന്താ അത് പറ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി വരുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഒരുപാട് സംശയത്തിൻ്റെ പേരിൽ ഇപ്പോഴും അതൊന്ന് ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ, സോളാർ. വെയിലിൽ നിന്ന് കറണ്ട് ഉണ്ടാകാം. വെയിലിൽ നിന്ന്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. അപ്പോൾ സോളാർ പാനൽ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ പറയാമല്ലോ, ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും ആയതിനു ശേഷം ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വെച്ചിട്ടുള്ള തർക്കങ്ങൾ എനിക്ക് തോന്നുന്നില്ല മരിച്ചാലും തീരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആ സാധനം ഇനി ഇല്ലാതായാലും ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് തീരാൻ പോണില്ല. അല്ല, അത് എനിക്കൊന്ന് കേരളത്തിൽ അത് കൂടി വരികയാണുള്ളത്. വേറൊരു കാര്യമുണ്ട്, എന്നൊക്കെ പറഞ്ഞാലും സരിതാ മാഡം വന്നപ്പോഴത്തേക്കാണ് ഇത് ഹിറ്റായത് ആണല്ലോ. അല്ല ശരിയാ, ഇത്രത്തോളം ഞാൻ വീട് 8 വർഷം മുന്നേ വെച്ചപ്പം അന്ന് സോളാർ ചെയ്ത് അത് 1 കിലോ വാട്ട് ഓഫ് ഗ്രിഡ്. പുള്ളിയൊക്കെ അതിൽ പ്രതിയാണ്. ഞാൻ ഇല്ല, നമ്മളില്ലേ. 8 വർഷം മുന്നേ അത് ഓർത്തെടുത്തിട്ടേ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് അത് പറഞ്ഞു, അത് ഫുള്ളായിട്ട് പറഞ്ഞോളൂ. അന്ന് ഓഫ് ഗ്രിഡ് ചെയ്തിട്ട് അന്ന് ഏകദേശം 1.4 lakhs അത്രയായിരുന്നു. അതിന്റെ വില വരെ എന്ത് കുറവ്, എന്ന് എത്രത്തോളം റേറ്റ് കുറഞ്ഞു. ഇന്നെല്ലാവരും എനിക്ക് ഓൺ ഗ്രിഡാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഹൈബ്രിഡും ചെയ്യാം. ഹൈബ്രിഡ് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വരുമ്പോൾ പറയാം. ഹൈബ്രിഡ് ഓൺ ഗ്രിഡിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പാകത്തിനുള്ള സിസ്റ്റംസ് ഇപ്പോൾ വന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ആദ്യം ഈ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്താണെന്ന് പറയാം അല്ലേ? അതെ, അറിയാത്തവരുണ്ടാവും മേ ബി. ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല ശരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന അതായത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പവർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട് ഇൻവെർട്ടറിലേക്ക്, അല്ലാതെ പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള ആ ഒരു യൂണിറ്റ് നമ്മൾ KSBക്ക് തിരിച്ചു കൊടുക്കുകയാണ് അല്ലേ. ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ KSB ആയിട്ട് യാതൊരുവിധ ബന്ധമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് നമ്മൾ തന്നെ അത് യൂസ് ചെയ്യുന്നു. അതിനുള്ള ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെ, നമ്മളൊരു ബാറ്ററി വെച്ചിട്ട് ഡയറക്റ്റ് നമ്മൾ ഇവിടെ ഇൻവെർട്ടർ എന്ന് പറയാൻ വേണമെങ്കിൽ വേറെ KSBയുടെ സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെർട്ടർ. അതാണ് കറക്റ്റ് പറഞ്ഞൊരു ഓഫ് ഗ്രിഡ്. ഓക്കെ, നിലവിൽ നിങ്ങളുടെ 2 പേരുടെ വീട്ടിലും സോളാർ ഉണ്ട്. ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, അപ്പം ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചത് അരുണാണ്. അരുൺ വെച്ചത് ഇപ്പോൾ നമുക്ക് 3 ടൈപ്പ് പാനൽ എന്ന് പറയാം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 2 ടൈപ്പാണ് അല്ലേ? എവല്യൂഷൻ ആയിരുന്നു. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ പോളിക്രിസ്റ്റലൈൻ പാനൽസ് ആയിരുന്നു ഫസ്റ്റ് വന്നത്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്, അതായത് തിൻ പാനൽസ്. ഓക്കെ, ഇന്നും നമ്മുടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയാം, സോളാർ ലൈറ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതെ, അതിലിപ്പോഴും പോളിക്രിസ്റ്റലൈൻ പാനൽസ് തന്നെയാണ്. സോളാർ ലൈറ്റ് നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ട്. സോളാർ ലൈറ്റുകളിൽ ഇപ്പോഴും കാര്യം ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞ് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു എനിക്കൊന്ന് പോളിക്രിസ്റ്റലൈൻ. അതൊക്കെ ഔട്ടായി. പിന്നെ വന്നാണ് അടുത്തത് മോണോക്രിസ്റ്റലൈൻ പാനൽസിൽ തന്നെ. മോണോക്രിസ്റ്റലൈൻ പാനൽസിൽ മോണോപ്പർക്ക് വന്നു, മോണോപ്പർക്ക് ഹാഫ് കട്ട് വന്നു. അങ്ങനെ 2 ടൈപ്പിൽ ഇപ്പൊ എനിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മോണോപ്പർക്ക് ഹാഫ് കട്ട് ബൈഫേഷ്യൽ എന്ന് പറയുന്നത്. 2 സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ കിട്ടുന്ന, മേളിൽ നിന്നും താഴെ. അരുണിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് പോളിക്രിസ്റ്റലായിരിക്കും. ആയിരിക്കും, 8 കൊല്ലം മുൻപല്ലേ അതേ ഉള്ളൂ. അന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ
അന്ന് പ്രൊഡക്ഷൻസ് ഇത്രയില്ല. ഇന്നിപ്പോൾ ഒരുപാട് കമ്പനീസ് ആയി പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അന്ന് കൂടുതലും ചൈനീസ് പാനൽ വരുന്ന സമയമാണ്. ഇന്ത്യയിൽ 1-2 കമ്പനീസേ ഉള്ളൂ. അതിൽ വിക്രം സോളാർ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അത് വളരെ ഫേമസ് കമ്പനിയാണ്. ഇപ്പോൾ അത്രത്തോളം ഫേമസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഒരുപാട് കമ്പനികൾ വന്നു മാറിപ്പോയി. അന്ന് അതിൻ്റെ സോളാർ പാനലാണ് വെച്ചത്. അന്ന് എത്ര കിലോ വാട്ട്സ് ആയിരുന്നു? അത് 1 കിലോ വാട്ടാണ് വെച്ചേക്കുന്നത്. 250 വാട്ട്സിന്റെ 4 പാനലാണ് വെച്ചേക്കുന്നത്. അന്ന് അത്രയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ എനിക്കത് 400, 500 ഒക്കെ ആയി ഒരു സിംഗിൾ പാനൽ തന്നെ. അന്ന് ചെറിയ പാനൽസ് ആണ്. 250 വാട്ട്സേ കിട്ടും. മാക്സിമം 250 ആയിരുന്നു അന്ന് നമുക്ക് കിട്ടുന്നത്. ശരി, നെഗറ്റീവ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ആസ് എ യൂസർ എന്നുള്ള നിലയിൽ ഒരു 8 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം അന്ന് നമുക്ക് കോസ്റ്റ് വൈസ് കൂടുതലായത്. കാരണം ബാറ്ററി 150 mAh 2 ബാറ്ററി ചെയ്തത്. അപ്പം പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഇൻവെർട്ടർ ഏകദേശം 2.5 കിലോവാട്ടിൻ്റെയാണ്. കാരണം അങ്ങനെ വെച്ചതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ലോഡ് കൂടുതലിടാം. നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതല്ല, അപ്പം നമുക്ക് മാക്സിമം യൂസേജ് കൊണ്ടുവരാം. അപ്പം ലൈറ്റ് ഇപ്പോൾ ആവശ്യമില്ലാത്തടത്ത് ഓഫ് ചെയ്യാം, ആവശ്യമുള്ളിടത്ത് ഓൺ ചെയ്യാം. അപ്പോൾ കണക്റ്റഡ് ലോഡ് കൂടുതൽ എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് ആയത്. പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചർ കസ്റ്റമൈസേഷൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിരുന്നതാണ്. ഒരു 5 വർഷം ആയപ്പോഴത്തേക്ക് ബാറ്ററി ഏകദേശം ഓൾമോസ്റ്റ് പോയി. ഫസ്റ്റ് ബാറ്ററി പോയി. 4 വർഷമായപ്പോൾ പോയി. അതുകൊണ്ട് വാറണ്ടിയിൽ അടുത്ത ബാറ്ററി റീപ്ലേസ് ചെയ്ത് തന്നു. എങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ബാറ്ററിയുടെ കേസ് ഡെഡ് ആണ്. പക്ഷെ ഒരു 750-650 മേൽ കറണ്ട് ചാർജ് വന്നിട്ടില്ല. അടിപൊളി. എത്ര യൂസ് ചെയ്യുന്നുണ്ട്? AC അതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയല്ല ഉള്ളൂ. ബാറ്ററി സോ ഇത് യൂസ് ചെയ്യാം, പക്ഷെ പെട്ടെന്ന് ഇത്രയും നിൽക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ കൂടുതലുണ്ടായ കുഴപ്പമില്ല. ഇപ്പൊ അത് 1-ന് പകരം 3-4 ഒക്കെ ആകുമ്പോഴത്തേക്ക് ബാറ്ററി നമുക്ക് അത്രയും കൂടുതൽ വേണം. അന്ന് 1 കിലോവാട്ട് 1.4 lakhs ആയി. അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. ബാറ്ററി കൂടുതൽ വരുമ്പോൾ വേറൊരു കാര്യം, ഇതിനകത്ത് സ്പേസ് ഭയങ്കരമായിട്ട് കൺസംഷൻ. ഒരു റൂം ഇതിനകത്ത് വേണം. ഇലക്ട്രിക് റൂം ചെയ്യേണ്ടി വരും. അതുപോലെ സ്മെല്ല്, ബാറ്ററിയുടെ ചെറിയ സ്മെല്ല് വരും. ഇതിനൊക്കെ പ്രോപ്പറായിട്ടൊരു സ്പേസ് വേണ്ടി വരും. ഇപ്പൊ ഈ ഓൺ ഗ്രിഡ് ആയപ്പോഴത്തേക്കാണ് എല്ലാവർക്കും AC വെക്കാനും ആ രീതിയിലേക്ക് മാറിയത്. ഇനി അജയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് 8 വർഷത്തിന് ടെക്നോളജി മാറി അല്ലേ? ഇത് മോണോക്രിസ്റ്റൽ നിന്ന് മാറിയിട്ട് പോളിക്രിസ്റ്റലിലേക്ക് മാറി. പോളിക്രിസ്റ്റലൈൻ ഹാഫ് കട്ട് ബൈഫേഷ്യൽ പാനൽസിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടോപ്പ് കോൺ പാനൽസ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിരിക്കുന്നത് അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 8 വർഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ എവല്യൂഷൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അതിൽ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് സുനീറ. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ പലരും ചിന്തിക്കുന്നത് പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ അടുത്ത് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. പക്ഷേ വിളിച്ചു ചോദിക്കുന്നത് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കുക, ഐഫോൺ ഉപയോഗിച്ചാണ്. ഐഫോൺ ടെക്നോളജി നമ്മുടെ ഇന്ത്യയിൽ അല്ലെ ലോകത്ത് വന്നിട്ട് എത്ര വർഷങ്ങളായിട്ടുണ്ട്? എണ്ണാൻ പറ്റുന്ന വർഷങ്ങളിലായിട്ടുള്ളൂ. അത് അപ്പോൾ എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ എല്ലാവർക്കും ടെൻഷനാണ്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് അറിയാലോ, എൻ്റെ വീട്ടിലെല്ലാം പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി ഉപയോഗിച്ചത്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച അങ്ങനെ ചെയ്ത ഒന്നാണ് ഇൻവെർട്ടറിൻ്റെയും കൂടെ. ഇൻവെർട്ടർ നമ്മൾ ഈ കൂടത്തിൽ പറയേണ്ടതാണ്. ഓഫ് ഗ്രിഡിന്റെ ഓൺ ഗ്രിഡിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കറണ്ട് ഇല്ല, ഇൻവെർട്ടർ ഉണ്ടാവില്ല. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അല്ലാതെ നമുക്ക് UPS ഉണ്ട്, അതിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് എടുക്കാൻ പാകത്തിന് ആണെങ്കിൽ മാത്രമേ ഇതുണ്ടാവൂ. കാര്യം ACB ആണ് ഇത് വർക്ക് ചെയ്യുന്നത്, അറിയാലോ. അത് മാത്രമാണ് ഇതിനകത്തുള്ള സമയം. ഇപ്പം നമ്മുടെ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഉള്ള നോർമലി ഉള്ള നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടേഴ്സിൽ 2 ടൈപ്പാണ്. സോളാർ ഇൻവെർട്ടേഴ്സ് കറക്റ്റ്. അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി. പണ്ട് അറിയാമല്ലോ, ഒരു ഇൻവെർട്ടർ നമ്മൾ മേടിച്ച് വെക്കുക, ആ ഇൻവെർട്ടറിലാണ് ഇത് മുഴുവൻ പോകുന്നത്. ആദ്യം പാനൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈഫേഷ്യൽ പാനൽസിലോട്ട് വന്നപ്പോഴത്തേക്ക് 2 സൈഡിൽ നിന്നും അതിനുള്ള ഗുണം അത് കിട്ടിത്തുടങ്ങി. അതായത് എനിക്കിപ്പോൾ ഒരു ദിവസം ജൂണിലാണ് ഞാനിത് വെക്കുന്നത്, 2024 ജൂണിൽ അത്യാവശ്യം വെയിൽ കുറവുള്ള നല്ല മഴയുള്ള സമയം. ആ സമയത്ത് വരെ നമുക്ക് 10 തൊട്ട് 9 തൊട്ട് 11 വരെ 9 തൊട്ട് 12 വരെ യൂണിറ്റ് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നു. 12 വരെ ഇവരാണ് മാക്സിമം പറയുന്നത്, വെച്ചാൽ മിനിമം ആവറേജ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 17 തൊട്ട് 19 വരെ യൂണിറ്റ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എത്ര കിലോ വാട്ട്സ് അവിടെ വെച്ചിരിക്കുന്നത്? 3 കിലോ വാട്ട്സേ ഉള്ളൂ. കാര്യം എനിക്ക് 2000 ഇതേ ഉള്ളൂ. പക്ഷേ എനിക്ക് പോലും ഇനിയിപ്പം കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ച പോലെ നമ്മുടെ AC-യും ഇലക്ട്രിക് വണ്ടികൾ യൂസ് ചെയ്താൽ മാത്രമേ എനിക്കിത് കൃത്യമായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. LPG പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് എല്ലാത്തിലോട്ട് മാറുക എന്നുള്ളൊരു സാധനമാണ്. ഇത് ചെയ്യുമ്പോൾ കണക്റ്റഡ് ലോഡ് നമ്മൾ KCBയിൽ കറക്റ്റായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഫൈനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും നമ്മൾ ഇത്രയും കണക്റ്റഡ് ലോഡ് വെച്ചിട്ട് അത്രയും ഡിസ്ക്ലോസ് ചെയ്യത്തില്ല പലരും, അല്ലേ? ഇല്ല. പക്ഷേ ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഹൈഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീടുള്ള ടെൻഷൻസ് ഒഴിവാക്കുക. പിന്നെ ഇത് വേറൊരു സംഗതി വെച്ചാൽ പല ആൾക്കാരും ചിന്തിക്കുന്നത്
ഈ സോളാർ വെച്ചിട്ട് ഇത് വിൽക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല ഇതിനെ ചിന്തിക്കേണ്ടത്. നമ്മൾക്കിത് ഉപയോഗിക്കാന്നുള്ള രീതിയിൽ ചിന്തിക്കണം. കാര്യം നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്ന തുക ഇതിനകത്ത് ഇങ്ങോട്ട് കിട്ടുകയല്ല. അല്ല, ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്സ് നമ്മളിതാണ് സോഷ്യൽ മീഡിയയിൽ വഴി നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോളാർ വെക്കുന്നത് നഷ്ടമാണ്. പിന്നെ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കറണ്ട് ബില്ലില്ല, സീറോ. നമ്മൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കറണ്ട് ബില്ല് എന്ന് പറഞ്ഞാൽ മീറ്റർ റെന്റ് ഇനി എന്ത് സാധനം വെച്ചാലും അത് നിങ്ങൾ ഉപയോഗിച്ചാലും അടച്ചിട്ടാലും എന്ത് ചെയ്താലും മീറ്റർ റെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അത് പല കാറ്റഗറിയാണ്. 3 ഫേസിന് വേറൊരു റെന്റ്, സിംഗിൾ ഫേസിന് വേറൊരു റെന്റ്. 3 ഫേസ് പഞ്ചായത്താണെന്ന് 253 രൂപ. അതെ, എന്റെ വീട്ടിലൊക്കെ 253 രൂപ. ഇനി അതല്ല സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ 108 180. ഇപ്പൊ ഇതിൽ താരിഫ് ഭയങ്കരമായിട്ട് കൂടി, റേറ്റ് വല്ലാതെ കൂട്ടുന്നുണ്ട്. ശരിയല്ലേ, ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. നമ്മുടെ KSBയുടെ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ 2 മാസത്തിലൊരുക്ക നമ്മുടെ കറണ്ട് ബില്ല്. എടാ, അതിന്റെ പ്രശ്നം പറഞ്ഞു തരാം എന്താണെന്ന്. ചിരിച്ചു കളയാനല്ല, കാര്യം ഇത് സ്ലാബ് വൈസ് ആണ് അല്ലേ? അതായത് നമ്മൾ ഇപ്പൊ 1 യൂണിറ്റ് കൂടിയാലും 99 യൂണിറ്റ് കൂടിയാലും ഒരേ റേറ്റാണ്. അതുപോലെ 101 വരുമ്പോഴും 199 പോകും. അതായത് ഇതിന്റെ ഇടയിൽ എത്ര വന്നാലും പ്രശ്നമില്ല. അപ്പം നോർമലി ഇത് 1 മാസത്തിലാണ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് പൈസ അടച്ചാൽ മതി. അത് ഒരുപാട് അതിന് വേണ്ടിയിട്ടായി സാധനം മേടിച്ചു. അവര് തന്നെ ഇതിന് എന്തിനായിരിക്കണം ഇപ്പൊ താഴെ കമന്റ് നിങ്ങൾ കണ്ടോ നമ്മുടെ ഈ വീഡിയോയുടെ 5 പൈസ KSBക്ക് അടയ്ക്കാത്ത ആളായി സംസാരിക്കുന്നത്. കാശ് അടയ്ക്കുന്നുണ്ട്. ഇയാള് ഓൺ ഗ്രിഡ് പോലും അല്ല, ഓഫ് ഗ്രിഡിൽ 8 വർഷം മുന്നേ സാധനം വെച്ചിട്ട് ഇയാൾക്കത് പറയാം. അല്ലേ, KSB തെറി, പിണറായി വിജയനെ തെറി, കേരള സർക്കാരിനെ തെറി, കേന്ദ്ര സർക്കാരിനെ തെറി, പൂരത്തെറി. ശരിക്കും പറഞ്ഞാൽ ഇത് പലതരത്തിലുള്ള അനുഭവമുള്ളവരാണ്. ഈ ബൈഫേഷ്യൽ പാനലിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ടോപ്കോൺ പാനൽസ് പറയും. ടോപ്കോൺ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ടെക്നോളജി, ഏറ്റവും ഇൻവെന്റഡ് ആയിട്ടുള്ള ടെക്നോളജി ടോപ്കോൺ ആണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇൻവെർട്ടേഴ്സ്. ഇൻവെർട്ടർ നമ്മൾ സാധാരണ ഒരു പാനൽ, അതായത് 6 പാനൽ അല്ലെ 8 പാനലുണ്ട്, 9 പാനലുണ്ട്, നമ്മൾ അതിന് ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാനലിന് കംപ്ലൈൻറ്റ് വന്നാലും ഇൻവെർട്ടറിൽ കിട്ടുന്ന വൈദ്യുതിയുടെ അളവ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവെർട്ടറിന് കംപ്ലൈൻറ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ഈ സാധനം കൃത്യമായിട്ട് ഇതിനകത്തോട്ടൊന്നും ലോഡ് ആവത്തില്ല, അതായത് കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഈ മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാ ഈ ഫോണിൻ്റെ അത്രേ ഇതിന് വലിപ്പമുള്ളൂ. ഇത് പാനലിൻ്റെ താഴെയാണ് ഇത് ഫിക്സ് ചെയ്യുക. മൈക്രോ ഇൻവെർട്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. അത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ ഒരു വെയിറ്റ് ഉള്ളൂ. വീട്ടിൽ ഇതാ വെച്ചിരിക്കുന്നത്. വീട്ടിൽ എൻഫേസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എനിക്കൊരു ഗൂഗിൾ ചെയ്താറായിരിക്കും. ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഇത് മൈക്രോ ഇൻവെർട്ടേഴ്സിൻ്റെ ഒരു ഇതാണ് എൻഫേസ്, US കമ്പനിയാണ്. ഇവരുടെ എന്താണെന്ന് വെച്ചാൽ 15 വർഷം വാറണ്ടിയും പ്ലസ് 25 വർഷം എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുക. ഗുണം ഇൻവെർട്ടറിന് മാത്രമാണ് കേട്ടോ, മറ്റല്ല ഇൻവെർട്ടറിന് മാത്രം. ഈ ഇൻവെർട്ടറിന് ഒരു ഒറ്റ പ്രത്യേകത, ഈ പ്രൊഡക്റ്റിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് റീസർവീസ് എന്ന് പറഞ്ഞൊരു പരിപാടി അവരെടുക്കുന്നില്ല. കംപ്ലൈൻറ്റ് വന്നാൽ എടുത്ത് ദൂരോട്ട് പറഞ്ഞ സാധനം. കാര്യം അവർ തന്നെ പറഞ്ഞു ഇതിന് റീപ്ലേസ് ചെയ്യാനായിട്ടൊന്നും ഇല്ല, ഇത് പോയാൽ പോയതാ. പകരം വേറെ അതായത് 15 വർഷം നോർമൽ വാറണ്ടി, 10 വർഷം എക്സ്റ്റൻഡഡ് വാറണ്ടി ആർക്കാർ, 25 വർഷം വാറണ്ടി ആർക്ക് കിട്ടും? കസ്റ്റമർക്ക് കിട്ടും. ഇൻവെസ്റ്റ്മെന്റ് ഫ്രീ ആണ്. അവിടെയാണ് ഈ പറഞ്ഞ പുതിയ ടെക്നോളജികൾ നമുക്ക് എത്ര വർക്ക് ആവുന്നത്. എൻഫേസിനെ കുറിച്ച് അറിയത്തില്ലാത്തവരാണ് പൊതുവെ. എൻഫേസിന് ഞാനൊരു കമ്പനി പേര് മാത്രം പറഞ്ഞാണ്. അതുപോലെ 2 or 3 കമ്പനികളുണ്ട്. ഇന്ന് അതിൽ ഏറ്റവും വലിയ ക്വാളിറ്റി പർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനി എനിക്ക് തോന്നുന്നു എൻഫേസ് തന്നെയാണ്. നമ്മൾ നോർമലി കുറേ അധികം പ്രോജക്റ്റുകളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ആ സാധനം നമ്മൾ അതിനകത്തൊന്നും തൊടുന്നില്ല, ഗവൺമെൻറ് ബേസ്ഡ് ആയാലും നമുക്ക്. പക്ഷേ എല്ലാം KSB ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. കുറേ അധികം അവർ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കമ്പനീസ് ആണെന്നുള്ളത്. അപ്പം നോർമലി ഒരു പിന്നെ ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് 3 kilowatts വെക്കലാണ് അല്ലേ ഭാവിയിലും യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോമൺലി പോകുന്നത് 3 kilowatt 5 kilowatts. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഒരു സാധാരണ ഒരു 2000 square feet വീട്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര രൂപ കറണ്ട് ചാർജ് വരുന്ന ഒരു വീട്, അതാണ് കറക്റ്റ്. ഒരു 2000 തൊട്ട് 4000 വരെ ഉള്ളവർക്കൊക്കെ ഒരു 3 kilowatt ധാരാളം മതി. അപ്പോൾ ആരുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, പലപ്പോഴും കണ്ടുവരുന്നതാണ് ഈ സോളാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസോ പോസ്റ്റോ ഒക്കെ ഇടുന്ന സമയത്ത് ഇത് ഒരു എന്താ പറയുക, ഇത് ചെയ്യുന്നതുകൊണ്ടൊരു ഉപയോഗം ഇല്ല എന്ന് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കമൻറ്റിൽ. അതായത് അവർ ഈ പറയുന്ന കണക്ക്, നമ്മൾ മുമ്പൊക്കെ പറയുന്ന കണക്ക് ഈ വാടകയ്ക്ക് താമസിക്കണോ അതുപോലെ ആ ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞതുപോലെ. കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ഒരു 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു സോളാർ പാനൽ ചെയ്യുന്നതിനേക്കാൾ ഈ പൈസ ബാങ്ക് ഇട്ടിട്ട് കറണ്ട് ബില്ല് അടച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഒരു സാധനം നമുക്കൊരു 3 kilowatt ആണെങ്കിൽ എത്ര രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരാൾക്കാണ്
ഇത് അത്യാവശ്യം ഉപയോഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 600-700 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സോളാർ വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല, ഇതിനകത്ത് ഞാൻ അങ്ങനെ പറയാം. ഇപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അജിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള സമയമായി, AC വെക്കാനുള്ള സമയം, ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഇപ്പോൾ നമുക്ക് ചൂട് ഭയങ്കര ഹെവിയാണ്, പറയാൻ AC വെക്കാതിരിക്കാൻ ഓപ്ഷൻ ഇല്ല, ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രീ ഓഫ് മൈൻഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മേടിക്കാം, AC ആഡ് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ചാർജിനെ പേടിച്ച് നമ്മൾ പലപ്പോഴും ഇതൊക്കെ മാറ്റി വെക്കേണ്ട അവസ്ഥ വരും. അപ്പം ഞാൻ പറഞ്ഞു 8 വർഷം മുമ്പ് 1,40,40,000 രൂപ ആയ സ്ഥാനത്ത് ഇന്ന് ഏകദേശം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 കിലോവാട്ട് വെക്കാം, 5 കിലോവാട്ട് വെക്കാം, 5 കിലോവാട്ട് വെക്കാം, വിത്ത് സബ്സിഡി അടക്കം 5 കിലോവാട്ട് വെക്കാം. അപ്പോൾ അത്രേ കോസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പം ഭയങ്കര കോസ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും സോളാർ വെക്കുന്ന തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. എല്ലാ പുതിയ വീട് വെക്കുന്നവരും തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ചെയ്യണം. അല്ല, ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 2002 ഈ താരിഫുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 15 പൈസയൊക്കെയാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഈ 2 മാസം കൂടി വരുന്നതുകൊണ്ട് തന്നെ ചെറിയ യൂണിറ്റുള്ള വേരിയേഷൻസിന് വലിയ എമൗണ്ട് ചേഞ്ച് വരാം. ശരിക്കും ഇപ്പം ചെയ്യുന്ന പല പ്രോജക്റ്റുകളിലും നമ്മുടെ വാട്ടർ ടാങ്ക് ഇതിൻ്റെ മുകളിലാണല്ലോ വരിക. അവിടെ ആ സെയിം സ്ഥലത്താണ് സോളാർ പാനൽസ് വരുന്നത്. അപ്പോൾ ശരിക്കും ഇത് പോലും കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടാണ് വെക്കുക. കാര്യം ഒരു ടൈമിലും ഈ വാട്ടർ ടാങ്കിൻ്റെ ഷാഡോ സോളാറിലേക്ക് വരരുത്. ആ രീതിയിൽ പോലും ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പ്ലേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഷാഡോയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ സോളാറിന് വേണ്ടുന്നത് ലൈറ്റാണ്, ഒരിക്കലും വെയിലല്ല. ലൈറ്റ് എന്ന് വെച്ചാൽ രാവിലെ 8 മണിയുടെ ലൈറ്റ് കിട്ടിയാൽ മതി. ആ ഒരു ലൈറ്റിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഈ ചൂട് കൂടുന്ന സമയത്ത് ആക്ച്വലി പ്രൊഡക്ഷൻ കുറയാ ചെയ്യുന്നത്. പക്ഷെ അതൊരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു സാധനമാണ്. ആൾക്കാർക്ക് തെറ്റിദ്ധാരണയാണ്. ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഒരു 8 മണിക്ക് കിട്ടുന്ന ആ ഒരു ലൈറ്റ് മതി, ആ ലൈറ്റ് മതി സോളാറിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ. അതുപോലെ കൂടുതൽ സൗത്ത് ഫേസ് ചെയ്തിട്ടാ അതിൻ്റെ ഒരു സ്ലോപ്പ് വെക്കുക. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. മാക്സിമം ലൈറ്റ് കിട്ടുക എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ലൈറ്റ് കിട്ടുന്ന ഒരു സ്പേസ് കണ്ടെത്തുക എന്നത്രേ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വരുന്നൊരു ഡൗട്ട്സ് ആണ്. അതായത് നമ്മൾ എല്ലാ വീടും കോൺക്രീറ്റ് ആയിരിക്കില്ല. അപ്പം നമുക്ക് ഷീറ്റ് ചെയ്ത വീടുകളുണ്ടാവും, സ്ലോപ്പ്ഡ് റൂഫ് ചെയ്ത വീടുകളുണ്ടാവും. ഇതിനകത്ത് ഇത് എത്രത്തോളം പോസിബിളാണ്? ആക്ച്വലി ഇതൊരു ആർക്കിടെക്ചറൽ ഡിസൈൻ്റെ എസ്തറ്റിക്സിൻ്റെ ഭാഗമായിട്ടൂടെ ചെയ്യേണ്ട ഒരു സാധനം. ഇപ്പം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആളല്ലേ, നോർമലി ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ സ്ലോ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിത് ഏത് ഭാഗത്ത് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സൗത്ത് ഫേസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇത് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡിസൈൻ ചെയ്ത് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്, ഭയങ്കര വൃത്തികേടാണ്. ഏസ്തറ്റിക്കലി ഇത് ഭയങ്കര ക്രിഞ്ചായിരിക്കും. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, ആ വീടിൻ്റെ മുഴുവൻ ഏസ്തറ്റിക്സും പോവുക ചെയ്യുക. അതല്ല, നമ്മൾ ഏത് സ്ലോ പ്രൂഫിലും ചെയ്യാം. ഇപ്പോൾ ഓടായിക്കോട്ടെ, ഷീറ്റ് ആയിക്കോട്ടെ, ഈ ഓടിൻ്റെ പല വേരിയൻസ് ആയിക്കോട്ടെ, എവിടെ വേണം നമുക്ക് ചെയ്യാം. ചെയ്യുന്നത് കൃത്യമായിട്ട് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസൈൻ ചെയ്ത് പോയാൽ. ഇതിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സോളാർ പാനൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എബ്രോഡ് പല രാജ്യങ്ങളിലും ഇത് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയിലാണ്. ഭയങ്കര രസമായിട്ടാണ് ആ സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എക്സ്പോയിൽ ഉണ്ടായിരുന്നു ഓടിനകത്ത്. അജി, എനിക്ക് തോന്നുന്നു അവിടെ സെഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ തെഹാസ് ബോറ അവർ ആ കമ്പനി ശരിക്കും പറഞ്ഞാൽ ഓടിൽ, അതായത് റൂഫ് ടൈലിൽ തന്നെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് കമ്പനികളിലൊന്ന് ജർമ്മൻ കമ്പനിയായ തെഹാസ് ബോറ എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. പക്ഷേ അവർക്ക് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഭയങ്കര ഡിഫറൻറ്റാണ്. അതായത് 6 മാസം വഴി ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ആക്ച്വലി കേരള ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. നമുക്കിപ്പോൾ 6 എന്നുള്ള 7, 8ലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതൊരു വൻ പരാജയമായി തീർന്നു. ഈ സാധനം അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് ഓടുകളിൽ വെച്ച് വരുന്ന സോളാറുകൾ ഇന്നും നമ്മുടെ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രാൻഡില്ല എന്ന് പറയാനായിട്ടുള്ള റീസൺ അതാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വീഴ്ച ആയിരിക്കത്തില്ല. ഇപ്പം എല്ലാം പഠിച്ച് ആൾക്കാർ കൊണ്ടുവരുമല്ലേ, നല്ലത് വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിൽ സാധനം വരും. ഇത് ശരിക്കും നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. കോസ്റ്റ് വൈസ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിലുപരി ശരിക്കും നമുക്ക് പ്രകൃതിയെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം കൂടിയാണ് അല്ലേ. നമ്മളെ ഈ ബാക്കിയുള്ള പവർ കൺസപ്ഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻമില്ലാണ് കൂടുതലും കാണുന്നത്. അതിന് അത്രയും ഹെവി സ്പേസ് വേണം. നമ്മൾ ഈ താഴെ നിന്ന് കാണുന്ന നടക്കുന്നതല്ല. ഇതിൻ്റെ ഒരു ലീഫ് തറയിലിരുന്ന് കഴിഞ്ഞാൽ എത്ര മീറ്റർ നമ്മൾ അല്ലേ ഒരു ചെങ്കോട്ട ഷൂട്ട് പോയപ്പോൾ സമയത്ത് കണ്ടുണ്ട്. ഏകദേശം ആ ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ അതിൽ നടന്ന് എക്സസൈസ് ചെയ്യാം. അത്രയും വണ്ടിയെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഹെവിയാണ്. അതിന് എത്ര സെന്റ് വേണം, പിന്നെ ആ സ്ഥലത്തേക്ക് നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ നാട്ടിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളമാണ്.
അത് നമ്മൾ ഒരുപാട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു മോചനമാണ് നമുക്ക് വെറുതെ കിട്ടുന്ന സാധനം അല്ലേ. അതെ, ഹെവി പൊല്യൂഷൻ ആണ്. എല്ലാവർക്കും വിചാരമുണ്ട് EV എടുത്തു കഴിഞ്ഞാൽ പൊല്യൂഷനൊക്കെ കുറച്ച് ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നതൊക്കെ. പക്ഷേ നമ്മുടെ ഇവിടെ ആയാലും നോർത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വരുന്നത്. അതെല്ലാം കൽക്കരി ബേൺ ചെയ്തിട്ടാ അല്ലേ ചെയ്യുന്നത്. അതിന്റെ ബാറ്ററി ഉപയോഗിക്കുന്ന സാധനം ഫുള്ളി ഇതാണോന്ന് ചോദിച്ചാൽ അല്ല, ബാറ്ററി ഒക്കെ ഇങ്ങനെ വരുന്ന സാധനങ്ങളല്ലേ, റീസൺ ആണ്. അതെ, എങ്കിലും നമുക്ക് ആ ഒരു ഫ്യൂവലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗുണപ്പെടും. ഉണ്ടാക്കുന്ന കറണ്ടും കൽക്കരിന്ന് ബേൺ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ സോളാർ സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ രീതിയിലും കുറെ. ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ കാര്യത്തിലേക്ക് വരുമ്പം അരുണാണ് കൂടുതൽ പറയാൻ പറ്റുക. ഇപ്പം എന്താണ് അതിലേക്കുള്ള ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്? ഇപ്പം കൂടുതൽ EV ട്രെൻഡ് തന്നെയാണ് മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ഇപ്പം റേഞ്ച് ആങ്സൈറ്റി അതിനകത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ മാരുതിയുടെ വണ്ടി വന്ന് 500 കിലോമീറ്റർ റേഞ്ച്, ഇനി എല്ലാവരും 600, 1000 ഒക്കെ പ്ലാൻ ഉണ്ട് പല മാനുഫാക്ചേഴ്സിനും. എനിക്ക് തോന്നുന്നു മാരുതിയുടെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇത് കോമൺ ആവും അല്ലേ. മാരുതി എല്ലാവരും ഒരു നോക്കിയിരിക്കുന്ന ഒരു ബ്രാൻഡാണല്ലോ മാരുതി. ഇപ്പൊ നിങ്ങൾ എക്സ്പോയിലൊക്കെ പോയിട്ട് വന്നേ. മറ്റേ ടാറ്റയിൽ ഒരുപാട് പുതിയ വണ്ടികൾ വരുന്നുണ്ട്, MGയിൽ വരുന്നുണ്ട്. അപ്പം ഒരുവിധം എല്ലാവർക്കും ആ പേടിയൊക്കെ മാറി EV യൂസ് ചെയ്ത് തുടങ്ങി നല്ല രീതിയിൽ. പിന്നെ EVക്ക് വരുന്ന റണ്ണിങ് കോസ്റ്റ് ഭയങ്കര കുറവാണ്, ചെറിയൊരു എക്സ്പെൻസ് വരുന്നുള്ളൂ. എടുക്കുന്ന പൈസ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് വണ്ടി വന്നപ്പോഴത്തേക്ക് റേറ്റ് കുറഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ എന്താ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ സൈക്കിൾ ബഗ് ഫിക്സ് ചെയ്യാനായിട്ടുണ്ടല്ലേ. സൈക്കിൾ അതുണ്ട്, അത് ചില ബ്രാൻഡുകളിൽ ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഇറക്കിയ ബ്രാൻഡ് അതന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇയാള് അത് ഒന്നും പറയുന്നില്ല, വേണ്ട ഇല്ല. പുള്ളിയുടെ പറഞ്ഞു കഴിഞ്ഞാല് അരിപ്രശ്നമാണ്. ഞങ്ങള് ടാറ്റ കാണിക്കുന്നില്ല. ഇനി ഇതിനകത്തേക്ക് വരുന്നേ ഇപ്പൊ നമ്മൾ കുറെ പോസിറ്റീവ്സ് ആണ് പറഞ്ഞത്, ഇതിനകത്തേക്ക് വരുന്ന നെഗറ്റീവ്സ് കൂടി പറയണമല്ലോ. എന്താണ്, അല്ലെങ്കിൽ ഇത് ഒരു കമ്പനിയിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കാനുള്ളത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം? നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കേരള ഗവൺമെന്റിന് എത്രമാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. കാര്യം അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഈ കഴിഞ്ഞ വർഷം തന്നെ അത് പകുതിക്ക് നിർത്തിയിരുന്നു. ഇപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രി സൂര്യഘർ മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. എല്ലാം ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ലിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊക്കെ ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം 10,000 പണ്ട് ടൈൽ ഷോറൂമുകൾ തുടങ്ങിയ കണക്കാണ്. 10,000 കമ്പനികളും 10,000 ടെക്നീഷ്യൻസോ ഉള്ളത്. ഇത് ആരാണ് എന്താണ് പറയുന്നത് ഒരു കസ്റ്റമർക്ക് കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇതിൽ KSEBിൽ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ പോലും പുള്ളിക്ക് പോലും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അത് ഈ കമന്റ് ബോക്സ് തന്നെ ആൾക്കാർ പറഞ്ഞോളും. കാര്യമാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ KSEBിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. നമുക്ക് സോളാർ ചെയ്യുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവരണം, നമുക്ക് ഒരു ഫാമിനെ കൊണ്ടുവരുന്ന ഒരു ഫാമിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിനുള്ള ആൻസർ എല്ലാം നമുക്കൊരു പ്രൊഫഷണലിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. പിന്നെ ഇപ്പോൾ ഓൺ ഗ്രിഡ് നിങ്ങൾ ചെയ്തു, ഓഫ് ഗ്രിഡ് എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ബാറ്ററി ലൈഫ് ഒരു പ്രശ്നമാണ്. ബാറ്ററി സ്പേസ് ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ലൈഫ് പ്രശ്നം തന്നെയാണ്. 4 വർഷമായപ്പോൾ ബാറ്ററി പോയി റീപ്ലേസ് ചെയ്ത് പുതിയ ബാറ്ററി വെച്ചു. അത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. എങ്കിലും ഇനിയൊന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്, നല്ല കോസ്റ്റ് വരും. പിന്നെ അതിനകത്തുള്ള അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഇൻവെർട്ടർ വെക്കണം. എന്തായാലും ഒരു വീട്ടിലൊരു ഇൻവെർട്ടർ വെക്കണമെങ്കിൽ അത്യാവശ്യം ഒരു 2.5 കിലോവാട്ട് ഇൻവെർട്ടർ വെക്കണമെങ്കിൽ എന്തായാലും നല്ല കോസ്റ്റ് വരും. അപ്പോൾ ആ കോസ്റ്റും സോളാർ കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞ് ചേർത്ത് പറയാം, ഇപ്പം പഴയ ഗ്രിഡിന്റെ ഇൻവെർട്ടേഴ്സ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. മൈക്രോ ഇൻവെർട്ടർ വന്നപ്പോൾ ഹൈബ്രിഡ് ആയി. അതായത് ഈ സാധനം എത്ര വേണേൽ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റ്. ശരിക്കും ഒരു ബിൽഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയാറുണ്ട്, അതിന്റെ എസ്റ്റിമേഷൻ എടുത്ത സമയത്ത് വിത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം വരുന്ന ആ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. നിലവിൽ ഇനി വീട് ചെയ്യുന്ന ഒരാളെടുക്കലും അങ്ങനെ തന്നെ പറയാനുള്ളത്. അതിൽ ഈ സോളാറിന്റെ ഒരു കോസ്റ്റും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് സോളാറിന്റെ കോസ്റ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഹൗസിംഗ് ലോണിനകത്ത് തന്നെ മാനേജ് ചെയ്യാം. ഹൗസിംഗ് ലോണും അല്ലാതെയും കൊടുക്കും. എനിക്കൊന്ന് നമ്മുടെ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 1.5 റുപ്പീസ് ഇതിന് വിത്തൗട്ട് സബ്സിഡി, വിത്ത് സബ്സിഡി 3 കിലോവാട്ട് കൊടുക്കുന്നുണ്ട്. 1.50 ഇല്ല, 1.33 സാധനം കിട്ടും. ഇനി മൈക്രോ ഇൻവെർട്ടറിൻ്റെ കേസിൽ വരുമ്പോൾ 2.78 ആണ് ടോട്ടൽ റേറ്റ്. അതിൽ സബ്സിഡി കഴിച്ചിട്ട് 2.8 റുപ്പീസ് 3 കിലോവാട്ട് കിട്ടും. ഈ 3ഉം 5ഉം വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് വേറെ തമാശ. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ EV ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ തീർച്ചയായിട്ടും 5 കിലോവാട്ട് നല്ലത്. റേറ്റ് അനുസരിച്ചിട്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വരുന്ന കറണ്ട് ഇപ്പം എനിക്ക് 2000 കറണ്ട് വരുന്നുള്ളൂ, എനിക്ക് 5000 വരെ ആവാം, കുഴപ്പമില്ല.
അപ്പോൾ അതിനകത്തൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ വെക്കണോ വേണ്ടോ? ഞാൻ പറയും വെക്കണം എന്ന് പറയും. കാര്യം ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് ഉപഭോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു ടെയിലൻ്റായിട്ട് പറയാം, നമ്മുടെ ശ്രീലേഖ മാഡം IPS അദ്ദേഹം ഒരു പോസ്റ്റൊക്കെ ഇട്ട് ഇത് ചെയ്യുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം എന്താ പറഞ്ഞാൽ സ്ലാബുകൾ മാറുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇതിൻ്റെ താരിഫ് മാറും എന്നുള്ളതാണ്. പുള്ളിക്കാരത്തി അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. പിന്നീട് അതിന് ശേഷം ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. താരിഫ് മാറുക, പിന്നെ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻസ് ഒരു ദിവസമുള്ള കൃത്യമായിട്ടുള്ള സംഗതികൾ നമുക്ക് കിട്ടും. അത് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ വാച്ച് ചെയ്ത് പോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് എനിക്ക്. ഇപ്പോൾ സോളാർ പ്ലസ് ഇൻവെർട്ടർ എന്ന് വരുമ്പോഴത്തേക്ക് ഹൈബ്രിഡ് സിസ്റ്റം തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ഗുണപ്പെട്ടേക്കാം. അതെ, അതിന് നിങ്ങളിപ്പോൾ ഹൈബ്രിഡ് ഇപ്പോൾ ചെയ്തില്ലെങ്കിലും അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ട് സോളാർ വെക്കുക. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോസ്റ്റ് തീർച്ചയായിട്ടും ഇൻവെർട്ടർ അത്യാവശ്യമാണ് വീട്ടിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെച്ചിട്ട് ഈ ഒരു നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് മാക്സിമം പുറത്ത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക, അതാണ് നമുക്ക് അല്ലേ അത്യാവശ്യം. അതെ, പിന്നീട് നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. ഗവൺമെൻറ് എടുത്തിട്ട് പകുതി പൈസ തരുന്നുള്ളൂ, അല്ലെങ്കിൽ പൈസ തരുന്നില്ല, എന്തിനു കൊടുക്കണം? വിൽക്കാതെ വാങ്ങാതിരിക്കാൻ. ലിവിംഗ് ഹാളിലൂടെ AC വെച്ചോളൂ. നമ്മുടെ ഒരു ക്ലൈന്റ് ഉണ്ട് അവിടെ, എനിക്ക് തോന്നുന്നു പുള്ളി ഹൗസ് വാമിങ് കഴിച്ചിട്ട് ആ AC ഇതുവരെ ഓഫ് ചെയ്തിട്ടില്ല ഹാളിൽ. ഞാൻ എന്റെ ലൈറ്റ് മുഴുവൻ ഇട്ടേക്കുവാ. സത്യം, ഞാനൊന്ന് ഇട്ടതാണ്. അഹങ്കാരം പോട്ടെ. എടോ താനും മിന്നാവനുങ്ങൾക്ക് സെയിം ആണോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.